വെൽക്കം ടു സൈ ഹൈ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് CSIR NIO നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഒരു കൂട്ടം ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. എസ്പെഷ്യലി സയൻസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്ത് പഠിച്ചവരൊക്കെ ആണെങ്കിൽ 10th +2 മുതലുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ CSIR NIO നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി നൽകുന്ന അത് വിവിധ സ്ഥലങ്ങളിലാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. ഒരു അറൗണ്ട് 25 വേക്കൻസി വരെ വരുന്ന ഒരു പോസ്റ്റൊക്കെ ഉണ്ട്. സോ നമുക്ക് കൂടുതൽ നോക്കാം. അതിനായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ന്യൂസസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ വേക്കൻസി ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേക്കൻസീസിൽ ടെമ്പററി പെർമനന്റ് ഉണ്ട്. അപ്പോൾ ടെമ്പററിയിൽ റീസെൻ്റ് ആയിട്ട് നമ്മളൊരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് ആസ് വെൽ ആസ് ഈ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഒക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഇത് ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പെർമനൻ്റ് ആയിട്ടുള്ള ഇപ്രാവശ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പെർമനൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. സോ അതിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ CSIR NIO ഡീറ്റെയിൽ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കിട്ടുക PDF ഫോർമാറ്റിൽ. സോ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 24th June ആണ്. സോ ടൈം ഉണ്ടെന്ന് വെച്ചിട്ട് ലേറ്റായി നിൽക്കരുത്. സോ മാക്സിമം നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അവർ സൈറ്റിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സോ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ നോക്കാം. സോ CSIRൻ്റെ ഒരു പ്രീമിയർ റിസർച്ച് ലബോറട്ടറിയിലോട്ടും അതുപോലത്തെ അഡ്മിനിസ്ട്രേഷൻ വർക്കിലോട്ടൊക്കെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ വേക്കൻസിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ ക്വാളിഫിക്കേഷനും പോസ്റ്റും അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സാം കൂടെ ഉണ്ട്. സോ ഇവിടെ വരുന്ന നെയിം ഓഫ് ദ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറൽ ആയിട്ടുള്ള ഒരു പോസ്റ്റും, അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, ദെൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റോർ ആൻഡ് പർച്ചേസും, ജൂനിയർ സ്റ്റീനോഗ്രാഫർ എന്ന് പറയുന്ന ഒരുപാട് പോസ്റ്റാണ് തന്നിരിക്കുന്നത്. അതിന് നേർക്കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജനറൽ ആണെങ്കിൽ അതായത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ അതാണെങ്കിൽ കാറ്റഗറി അല്ല, ജനറൽ ആയിട്ടുള്ള ആ ഒരു പോസ്റ്റാണത്. അതിലോട്ട് നോക്കുകയാണെങ്കിൽ 10 വേക്കൻസിയാണ് ടോട്ടൽ പറയുന്നത്. അതിൽ ഓരോരോ കാറ്റഗറിക്കും എത്ര വേക്കൻസി ഉണ്ടെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിലുള്ള JSA ആണെങ്കിൽ ടോട്ടൽ 6 വേക്കൻസിയാണുള്ളത്. അതുപോലെ സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസിൻ്റെ JSA ആണെങ്കിൽ 3 പോസ്റ്റാണുള്ളത്. സോ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന പേജസിൽ കാണാവുന്നതാണ്. അതുപോലെ 28 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ അതുവരെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു എക്സാം കൂടെയാണിത്. അതുപോലെ തന്നെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, എത്രയാണ് പേ സ്കെയിൽ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ടോട്ടൽ അതായത് നിങ്ങളുടെ റെൻറ്റും അതുപോലെ ഹൗസ് റെൻറ്റും എല്ലാ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം ടോട്ടലായിട്ടുള്ള ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് 36,000 അറൗണ്ട് വരുന്നത്. അതുപോലെ ജൂനിയർ സ്റ്റീനോഗ്രാഫേഴ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 6 പോസ്റ്റ് ആണുള്ളത്. 27 years ഓഫ് ഏജ് ലിമിറ്റ് ആണ് തരുന്നത്. ഗ്രൂപ്പ് സിയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഓരോ പോസ്റ്റിന് എത്രത്തോളം സാലറി ഹൈക്ക് എത്ര മാത്രം വരുന്നവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലെ എല്ലാം ടോട്ടൽ റെന്റ് അലവൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് 47,000 അറൗണ്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ അപ്രോക്സിമേറ്റ് ആയിട്ട് HRA DA ദെൻ TA എല്ലാം കൂടെ ടോട്ടലായിട്ടാണ് വരുന്നത്. സോ ഈ കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ ഗോവ റീജിയണൽ സെൻറ്റേഴ്സ് അറ്റ് മുംബൈ, കൊച്ചി, വിശാഖപട്ടണം ഇവിടെ എല്ലാവർക്കും ഉള്ള ഒരു എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ എല്ലാ പോസ്റ്റിലും ഓരോരോ സ്റ്റേറ്റ് വൈഡ് ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. സോ സ്റ്റേറ്റിനനുസരിച്ചുള്ള എക്സാംസും കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് സ്റ്റേറ്റിലോട്ടാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടി ശ്രദ്ധിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഔട്ട് ഓഫ് 25 പോസ്റ്റ് 2 പോസ്റ്റ് ആർ റിസർവ്ഡ് ഫോർ എക്സ് മിലിറ്ററി പേഴ്സൺസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 പോസ്റ്റ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും റിസർവേഷനിൽ പോകുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. സോ ഞാൻ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിൽ ജൂനിയർ സ്റ്റീനോഗ്രാഫർ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് രണ്ടും നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈൻ അപ്ലൈ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഡോക്യുമെന്റ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടോ ഒന്നും ഈ ഒരു ഓഫീസിലോട്ട് അയക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രം കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ സിംഗിൾ ആപ്ലിക്കേഷനാണ്. ബാക്കി എല്ലാ പോസ്റ്റും നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ആപ്ലിക്കേഷനാണെന്നും പറയുന്നുണ്ട്. എസ്പെഷ്യലി JSA ജനറൽ അക്കൗണ്ട്സിൻ്റെ അതും ഫൈനാൻസിൻ്റെ പർച്ചേസ് ആൻഡ് സ്റ്റോറിൻ്റെ എല്ലാം കാറ്റഗറി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള
ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതിയാവുന്നതാണ് അവർ പറയുന്നത്. സോ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം കൊടുക്കുക. ദെൻ ടെൻറ്റേറ്റീവ് സെലക്റ്റീവ് എക്സാംസ് എന്ന് പറയുന്നിട്ട് അവർ പറയുന്നത് റിട്ടൺ എക്സാം ഉണ്ടാവുന്നതായിരിക്കും. അത് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈയിൽ അവർ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. സോ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളെല്ലാം ഈ ഒരു സൈറ്റിൽ കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ്സ് മസ്റ്റായിട്ടും സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് ഒരു ജൂലൈ ടൈം പീരീഡ് ആവുന്ന സമയത്ത്. അതുപോലെ തന്നെ മിനിമം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു JSS ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഫറെൻറ്റ് തസ്തികയിലോട്ട് നോക്കുകയാണെങ്കിൽ മിനിമം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 യോഗ്യത ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇക്വലൻ്റ് ആയിട്ട് ഒരു പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ നോക്കുന്നത്. സോ ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതുപോലെ ജൂനിയർ സ്റ്റീനോഗ്രാഫേഴ്സ് നോക്കുകയാണെങ്കിൽ +2 യോഗ്യതയുള്ളവർ 10th യോഗ്യതയുള്ളവരും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഡിപ്ലോമ ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഓഫ് 3 ഇയർ ഡ്യൂറേഷൻ അക്യൂർ ആഫ്റ്റർ പാസിംഗ് 10th കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അവർ അതൊരു ഇക്വലൻ്റ് ആയിട്ടാണ് ഇവർ റെസ്പെക്ട് ചെയ്യുന്നത്. അതായത് 12th സെയിം ഇക്വലൻ്റ് ടു 3 ഇയർ ഡിപ്ലോമ ആയിട്ടുള്ള ഒരു കോഴ്സിനാണ് ഇവർ എടുക്കുന്നത്. അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഏത് തരം ഡിസബിലിറ്റീസ് ആണോ അതിനനുസരിച്ചുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. സോ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് അബ്രിവേഷൻസ് യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഓരോരോ കോഡ് വേർഡ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. സോ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഏത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഒരു 500 റുപ്പീസാണ്. അവിടെ ഒരു റിസർവേഷനോ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ ഫീ എമൗണ്ട് അങ്ങനെ ഒന്നും തരുന്നില്ല. എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നവരെല്ലാവരും സെയിം ആപ്ലിക്കേഷൻ ഫീ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ ഫീ എക്സംപ്റ്റഡ് ഫോർ വിമൻ, SC ST PWD എക്സ് സർവീസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫീ ഉണ്ടാവുന്നതായിരിക്കില്ല. അതുപോലെ ഫീ വൺസ് പെയ്ഡ് ഷാൽ നോട്ട് ബി റീഫണ്ടഡ് എന്ന് പറയുന്നത്. സോ ഒരു പ്രാവശ്യം ഫീ അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്നില്ല. സോ അതുകൂടി ശ്രദ്ധിക്കുക. ദെൻ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിന് ശേഷമുള്ളവർ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ലാസ്റ്റ് ഡേറ്റ് വരെ ടൈം June 24th ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 35 പേജസ് വരുന്ന ഒരു PDF ആണ്. സോ ഞാൻ അത്രയും ലാഗ് ആക്കുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. SSLC 10th +2 HSC സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് മെയിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നോൺ ക്രിമി ലെയറൊക്കെ ആണെങ്കിൽ, അതുപോലെ എക്കണോമിക് വീക്കർ സെക്ഷനൊക്കെ ആണെങ്കിൽ അതിനുള്ള ഫോമും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു അനക്ഷറിൽ. സോ നിങ്ങൾക്ക് അതിലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അപ്ലൈ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പോസ്റ്റ് ക്യാരി അലോവൻസ്, ഈ ഒരു കൊടുത്തിട്ടുള്ള എല്ലാ പോസ്റ്റിനും അതിൻ്റെതായ അലോവൻസ് കാര്യങ്ങളെല്ലാം ഒരു മീറ്റ് ചെയ്തിട്ട് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പിന്നീടായിരിക്കും തരിക. ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് ഇപ്പോൾ പറയുന്നത്. സോ അതിൽ കൂടുതലായിട്ട് വരുന്നൊക്കെയാണ് പറയാറ്. ദെൻ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ടൈം എടുത്ത് വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ എക്സാമിൻ്റെ സിലബസ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സിലബസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ 200 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 hours and 30 minutes ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ OMR ബേസ്ഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ മെൻ്റൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേപ്പറിൻ്റെ എല്ലാ കാറ്റഗറിക്കുള്ള എക്സാമിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഹൗ ടു അപ്ലൈയിൽ ഈ ഒരു ലിങ്ക് കാര്യങ്ങളാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളിതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു CSIR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. സോ ഇവിടെ അനക്ഷറിൽ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള പീപ്പിൾ ആണെങ്കിൽ, അതുപോലെ തന്നെ OBC NCL കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ഫില്ല് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. സോ ഇതുപോലുള്ള റിക്രൂട്ട്മെൻറ്റ് ന്യൂസും ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.